കോഴിക്കോട് നിന്നും കണ്ണൂരേക്കുള്ള യാത്ര ഇപ്പം മൂന്നാമത്തെ എപ്പിസോഡിലാണുള്ളത്. ഇപ്പം നമ്മൾ എരഞ്ഞിക്കൽ എത്തിയിട്ടുണ്ട്. എരഞ്ഞിക്കൽ വഴി പുറക്കാട്ടേരി വഴി അങ്ങനെ അങ്ങോട്ട് പോകും. നമ്മൾ എരഞ്ഞിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതായത് നമ്മളെ കോഴിക്കോട് തൃശ്ശൂർ ബൈപ്പാസ് എന്ന് നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. ഈ സ്ഥലത്ത് ഒരു വലിയ ഫ്ലൈ ഓവർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം സിറ്റിയിലേക്ക് കയറാനുള്ള ഒരു ജംഗ്ഷൻ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തെ തീരെ അങ്ങോട്ട് നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റാത്തതായതുകൊണ്ടാവാം ഇവിടെ ഒരു കാര്യമായി വലിയൊരു ബൈപ്പാസ് അല്ല ഫ്ലൈ ഓവർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ സ്ഥലം പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതൊരു ഡൗട്ടാണ്. കാരണം അത്രയും വ്യത്യാസം ഇവിടെ വന്നിട്ടുണ്ട്. കാരണം വർക്കിൻ്റെ ഭാഗമായിട്ട് ഒട്ടുമിക്ക ഭാഗങ്ങളൊക്കെ ക്ലിയർ ആക്കിയതിൻ്റെ ഭാഗമായി ഈ സ്ഥലമൊന്നും മനസ്സിലാവുന്നില്ല. നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 6 മാസത്തിനുള്ളിൽ ഈ വർക്ക് കഴിഞ്ഞ് ഇത് ഓപ്പൺ ആക്കി കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെയുള്ള ഭാഗങ്ങളൊന്നും അത്യാവശ്യം മനസ്സിലാവില്ല. കാരണം എല്ലാം സർവീസ് റോഡ് വഴി റണ്ണിങ് ആക്കിയിട്ടുണ്ട്. 90% ഇപ്പോൾ റണ്ണിങ് സർവീസ് റോഡ് വഴി തന്നെയാണ്. വളരെ ചുരുക്കം ചില ഭാഗങ്ങളിൽ മാത്രമേ നമുക്ക് പഴയ റോഡ് കാണാൻ സാധിക്കുകയുള്ളൂ. അത് തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. അത് വൺ വേ ആക്കിയിട്ട് വൺ സൈഡ് ഒരു വഴിയും വൺ സൈഡ് ഒരു വഴി ആക്കിയിട്ട് 99% ഭാഗത്തും ആക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല മാറ്റം തന്നെ ഈ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിലെ കൂടി വണ്ടിയെടുത്ത് പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ആ ബുദ്ധിമുട്ടൊക്കെ മാറി ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് സിംഗിൾ ലൈനിലൂടെ ആയതുകൊണ്ട് തന്നെ യാത്രയിൽ നല്ല ഒരു സുഖകരമായൊരവസ്ഥയുണ്ട്. ആർക്കെങ്കിലും ട്രേഡ് ചെയ്യാൻ, അതായത് ഗോൾഡ് ട്രേഡിങ്, ഫോറക്സ് ട്രേഡിങ്ങിൽ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലും ഡിസ്ക്രിപ്ഷനിലും നമ്പറുണ്ട്. ആ ഒരു കോൺടാക്റ്റിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഓക്കെ. അപ്പം നമ്മൾ വീണ്ടും പഴയ നമ്മൾ മുൻകാലങ്ങളിൽ ഉപയോഗിച്ച റോഡിലൂടെ തന്നെയുള്ള ഈ ചെറിയ യാത്രയാണ് ഇപ്പം നമ്മൾ കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു കാലഘട്ടത്തിൽ പെട്ടെന്ന് തന്നെ അടുത്ത ഒരു യാത്രയോടുകൂടി 1 മാസമൊക്കെ കഴിയുമ്പോഴേക്ക് നല്ല വ്യത്യാസം അവിടെയും വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇരുവശത്തും മണ്ണൊക്കെ നിറച്ച് നല്ല രീതിയിലുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗം ചെറിയൊരു വർക്ക് തീരാത്തത് പോലെ തോന്നുന്നുണ്ട് നമുക്ക്. ഇനിയിപ്പം നമ്മൾ പുറക്കാട്ടേരി എത്തുമ്പോൾ അവിടെ ഒരു ഫ്ലൈ ഓവർ ജംഗ്ഷനാണ് ഇവിടെ വരുന്നത്. ഇവിടെ ആയിരുന്നു പണ്ട് നമ്മളെ ബൈപ്പാസിലേക്ക് കയറാൻ വേണ്ടി. ഇപ്പോൾ ഉണ്ടായിരുന്ന ബൈപ്പാസിൻ്റെ വേങ്ങേരി വരെയുള്ള ബൈപ്പാസിൻ്റെ ആ ഒരു ജംഗ്ഷൻ നമുക്ക് അങ്ങോട്ടേക്ക്, അതായത് ഒരു കട്ട് ചെയ്ത് കയറി ഒരു ഇട റോഡിലൂടെ പോയിട്ട് വേണം ബൈപ്പാസിലേക്ക് കയറാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ റോഡ് യൂസ് ചെയ്യുന്നില്ല. വളരെ റെയറായിട്ട് ആരെങ്കിലും ഇപ്പോൾ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ ഒരു പുറക്കാട്ടേരി ജംഗ്ഷനിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ നിന്ന് തന്നെയാണ് കാപ്പാട് ബീച്ചിലേക്ക് നമുക്ക് കോഴിക്കോട് സൈഡിൽ നിന്ന് വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് കയറി പോകാൻ പറ്റുന്നൊരു വഴി. ചിലയിടങ്ങളിലൊക്കെ നമ്മളിപ്പം വാഹനം കുത്തിക്കയറുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറുതായിട്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ പോലും ഈ ഒരു ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള വർക്കിൽ മാറ്റങ്ങൾ നന്നായിട്ട് വരുന്നുണ്ട്. നമ്മൾ നിർത്തിയത് കൊണ്ട് തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കാണാനും മറ്റുമൊക്കെ സാധിക്കുന്നുണ്ട്. ഈ വാഹനം എന്തോ ചെറിയൊരു കേടുപാട് പറ്റിയതുപോലെ ആയിട്ട് നമ്മൾ ഇവിടെ ഒന്ന് ബ്ലോക്കായി പോയതാണ്. നമ്മൾ CMV ക്യാപിറ്റൽസ് എന്ന് പറയുന്ന കമ്പനി ഗോൾഡ് ട്രേഡിങ്ങിൽ ഫ്രീ ആയിട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ്
ക്ലാസ്സിൽ ചേർന്നുകൊണ്ട് പഠിച്ചുകൊണ്ട് ഒരു ട്രേഡറായി മാറാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇനി ഈ ഭാഗത്തൊക്കെ മണ്ണ് നിറച്ചിട്ട് വേണം ഇതിന്റെ അപ്രോച്ച് റോഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്രോച്ച് റോഡിന്റെ വർക്ക് ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിൽ തന്നെ തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം മണ്ണിന്റെ ലഭ്യത എന്ന് പറയുന്നത് ഒരു വലിയ ഇഷ്യൂ തന്നെയാണ്. നമ്മൾ ഈ ഒരു ബൈപ്പാസിന്റെ വർക്കിൽ ഈ മണ്ണ് കൂടുതലുള്ള ഭാഗത്ത് നിന്ന് മണ്ണ് കുറച്ചുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിഗതികളായിരുന്നു. പക്ഷെ അതിപ്പോഴും എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം നടപ്പിലാവുമെന്ന്. കാരണം നിറയെ ഭാഗങ്ങളിൽ മണ്ണ് ആവശ്യമുള്ളതുണ്ട്. അപ്പോൾ മറ്റ് മേഖലകളെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. അതൊരു വലിയ ഒരു ജിയോളജിക്കൽ ഇഷ്യൂ ആയിട്ട് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ളതൊരു ഇഷ്യൂ തന്നെയാണ്. പക്ഷേ നമുക്കിപ്പം നമ്മളെ ഈ വികസനം വന്നേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് വലിയ കാര്യമില്ല. നമ്മൾ സൂര്യനാരായണ ക്ഷേത്രം ഈ ഭാഗത്ത് കൂടിയാണ് കടന്നു പോകുന്നത്. പക്ഷെ ഈ ഭാഗത്ത് ഒരു മരത്തിന്റെ കണിക പോലും ഇല്ല. ഈ മരം ഒക്കെ മൊത്തം മുറിച്ചു മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഇടതൂർന്ന മരങ്ങളുള്ള ഭാഗങ്ങളായിരുന്നു. അതൊക്കെ അത്യാവശ്യം കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. എന്തിരുന്നോ പോലും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കിപ്പോൾ വികസനവും വേണം, മരങ്ങളും വേണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. മൊത്തമായി നല്ല മാറ്റങ്ങൾ തന്നെയാണ് ഇവിടെ ഒക്കെ വന്നിട്ടുള്ളത്. നമുക്ക് കാണുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യും. ഇത്രയും നേരവും നമ്മൾ പോകുന്ന വഴിയിൽ വൺ വേ ആയിരുന്നു. അതേപോലെ തന്നെ മുകളിലേക്ക് കൂടി ഒരു അങ്ങോട്ടേക്കുള്ള റോഡും ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളത് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെയാണ് ഇപ്പം അത്യാവശ്യം വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ മുകളിലേക്ക് കൂടി തന്നെ രണ്ട് വശത്തേക്കും വിടുന്ന ഒരു അവസ്ഥ വരും. അത് നമ്മൾ വടകര ഭാഗത്തൊക്കെ അത്യാവശ്യം അങ്ങനെ തന്നെ ആയിട്ടുണ്ട്. വടകര നമ്മളെ ചോറോട് പാലത്തിൻ്റെ ഒക്കെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ നല്ല വ്യത്യാസം തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും ഒരു എന്താ പറയുക, നമ്മളെ ഒരു തലമുറക്ക് വലിയ ഭാഗ്യം തന്നെയാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണാനുള്ള ഒരു ഭാഗ്യം. കാരണം ഇതിന് ചുക്കാൻ പിടിച്ചെല്ലിൽ ഇത് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് എത്രയോ വർഷങ്ങളായി പരിശ്രമിക്കുന്ന കുറേ നമ്മളെ പിൻഗാമികളായിട്ടുള്ള ആളുകളുണ്ട്. അവർക്കൊന്നും ഇത് കാണാൻ സാധിക്കാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പോൾ അതൊരു വലിയ സന്തോഷം തന്നെയാണ്. കാരണം ഇപ്പം നമുക്ക് അനുഭവിക്കാൻ ലഭിച്ചു, അതേസമയം അവർക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായില്ല. ഭാഗ്യം എന്ന് വെച്ചാൽ അവരെ കാലഘട്ടത്തിലേക്ക് എത്തിയില്ല. അതിനു മുന്നേയുള്ള ആളുകൾ ആ ഒരു സമയത്തുള്ള ഒരു ഭരണകർത്താവിന് ഇത് നടത്താൻ പറ്റിയില്ല എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയമൊക്കെ കലർന്നു വരാം. പക്ഷെ എത്ര രാഷ്ട്രീയം കലർന്നു വന്നാലും പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയണം. അതായത് ഇങ്ങനെ ഒരു കാര്യം നടപ്പിലാവുന്നതിൻ്റെ കാരണം തന്നെ ഇപ്പോൾ ഉള്ള ഒരു ഗവൺമെൻറ് ആണെന്നുള്ളതിൻ്റെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം നിങ്ങൾ ചിന്തിക്കുന്ന ഒരു രീതിയിലായിരുന്നില്ല ഇതിനു മുന്നേയുള്ള ഭരണങ്ങൾ. അതായത് ഏത് ഭരണം ഭരിച്ചാലും അവിടെ ഒക്കെ ബോർഡും വെച്ച് ആളുകൾ സമരം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ഭരണത്തിൽ ഇത് നിർബന്ധമായി നടപ്പിലാക്കുമെന്ന് തീരുമാനമെടുത്തപ്പോൾ ആളുകൾ ബോർഡൊക്കെ പിടിച്ചിരുന്നു. ബോർഡ് പിടിച്ചാലും നമ്മൾ ചെയ്യും എന്ന് നിർബന്ധിച്ചപ്പോഴാണ് കാര്യങ്ങൾ കൃത്യമായി നടക്കാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരാൾ എന്താ പറയുക, ശക്തമായൊരു തീരുമാനമെടുത്ത് നടപ്പിലാക്കുമെന്ന് തീരുമാനിച്ചാൽ നടപ്പിലാവും. കേരളത്തിലായാലും എവിടെയായാലും. അതിന് നാഷണൽ ഹൈവേ അഥവാ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പങ്ക് കുറഞ്ഞതൊന്നുമല്ല. പക്ഷെ നമ്മളിപ്പോൾ പറയുന്നത് നമ്മുടെ കേരളത്തിലെ ജനതയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിക്കാനുള്ള ഒരാർജവം ഈ ഒരു നേതാവും ഗവൺമെൻറ്റും കാണിച്ചു എന്നുള്ളത്, അതായത് പിണറായി വിജയൻ തന്നെയാണ് അങ്ങേര് കാണിച്ചു എന്നുള്ളത് വലിയ സന്തോഷം തന്നെയാണ്. അതിലൊരു വിട്ടുവീഴ്ചയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കാണേണ്ട ഒരു കാഴ്ച ഇത്രയും കാലം എന്തുകൊണ്ട് നടന്നില്ല, 10-25 വർഷമായില്ലേ. അപ്പോൾ ആ ഒരു ചിന്ത നമ്മൾ കണ്ടാൽ മതി. അല്ലാതെ ഒരു രാഷ്ട്രീയപരമായി ചിന്തിച്ചു എന്ന് നമ്മൾ പറയണ്ട. ഈ ഭാഗത്തൊക്കെ നമ്മൾ ഏതാണ്ട് ഈ ഒരു കൊയിലാണ്ടിയോട് അടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആക്കുന്നതിൻ്റെ ഭാഗമായി ഈ ഭാഗത്തുള്ള വർക്ക് ഒന്ന് സ്ലോ ആയതാണ്. ഇരുവശത്തുള്ള കലുങ്കും കാര്യങ്ങളൊക്കെ നിർമ്മിച്ച് ആയിട്ടുണ്ട്.
പൊയിൽക്കാവ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇത്. പൊയിൽക്കാവിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അപകട വളവുണ്ടായിരുന്നു. ആ വളവൊക്കെ നിവർത്തിക്കൊണ്ടാണ് പോകുന്നത്. ഇവിടുന്ന് ഉള്ളോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കാപ്പാട് ബീച്ചിലേക്ക് പോകാൻ പറ്റും. നമ്മൾ കർണാടക അതേപോലെ തന്നെ തമിഴ്നാട് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചെന്നൈയിലെങ്ങാനേ ഉള്ളൂ. ചെന്നൈയിലും തമിഴ്നാട്ടിൽ ഇപ്പം അതേപോലെ തന്നെ ഹൈദരാബാദിലേ ഉള്ളൂ ക്ലോസ്ഡ് ആക്സസ് ആയിട്ടുള്ള ഒരു ബൈപ്പാസ്. ബൈപ്പാസ് അല്ല, ഹൈവേ. പക്ഷെ അതും ചെറിയ ദൂരത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് എന്ന് പറയുന്നത് 100%, അതായത് എൻഡ് ടു ഓപ്പണിംഗ് സ്റ്റേജ് വരെ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആക്സസ് ആയിട്ടുള്ള ഒരു റോഡാണ്. അതായത് ചില ഭാഗങ്ങളിൽ നിന്ന് മാത്രമേ കയറാനും ഇറങ്ങാനും പറ്റത്തുള്ളൂ എന്നുള്ളൊരു വലിയ പ്രത്യേകത തന്നെയാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് യാത്രാസുഖം ഇരട്ടിക്കും. വളരെ വേഗതയിലുള്ള യാത്ര ഉണ്ടാവും. ഇപ്പോൾ എന്താ പറയുക, ലോക്കലി യൂസ് ചെയ്യുന്ന വാഹനങ്ങൾ കയറി ആകെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു നിലപാടുണ്ടാവില്ല. അതൊക്കെ കുറേ കുറയും. അതായത് വളരെ തുച്ഛമായി. കാരണം പ്രത്യേകിച്ച് ഇതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫീസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ടോള്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയും കുറേ ആളുകൾ ഇങ്ങനെയുള്ള റോഡ് ഉപയോഗിക്കുന്നത് കുറയും. അപ്പോൾ ടോള് കൊടുത്താലും വളരെ വേഗതയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നല്ല സുഖം തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ എഴുതുക കാര്യമായിട്ട്. അതിനുശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇനി അങ്ങോട്ട് അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ കൊയിലാണ്ടിക്ക് ശേഷമുള്ള വീഡിയോ ആയിട്ടാണ് വരിക. അപ്പോൾ ആ സമയത്ത് നമുക്ക് അവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ, താങ്ക് യു.